ഈ എമൗണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കാൻ ഞാനും എൻ്റെ വൈഫുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 2 മാസം മുമ്പ് ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അന്നും ഇവളെയും കൂട്ടി വരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവള് കെയറിങ് ആണ്. അപ്പോൾ ആ സമയത്ത് അവൾക്ക് പറ്റാത്തതുകൊണ്ട് എനിക്കും വരാൻ പറ്റിയില്ല. അൽഹംദുലില്ലാഹ് ഹയറായൊരു സമയം ഇതായിരിക്കും. ഇന്നലെ വരെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ ആവശ്യമുള്ള പൈസ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളോട് ചോദിച്ചു, എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ, കടയിൽ തന്നാൽ മതി, എനിക്ക് ഇന്നാണ് സാലറി കിട്ടുന്ന ദിവസം. അപ്പോൾ അവൾ റെഡിയായി. അതുകൊണ്ടാണ് നമുക്ക് രണ്ടാൾക്കൊന്നും ഇവിടെ പങ്കെടുക്കാൻ പറ്റിയത്. അൽഹംദുലില്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ ചെയ്ത ഇതിനു വേണ്ടി ചെയ്ത ഈ എമൗണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഇതിന് എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ മുത്താർ സാറിന്റെ പേര് അതന്നെയല്ലേ, അവിടുന്ന് ആ ഒരു മൈ ഗോൾ എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് പറഞ്ഞല്ലോ, അതാണ് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. ഇന്ന് മുതൽ ഞാൻ നല്ലൊരു ഭർത്താവാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു മകനാവാനും എൻ്റെ പെങ്ങളെ മക്കൾക്ക് ഞാനൊരു നല്ലൊരു മാമനാവാനൊക്കെ ശ്രമിക്കുക. ആദ്യം ഞാൻ അതാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു അയൽവാസിയാവാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് ഒരു അപ്സ്കിൽ ആവണമെന്നുള്ളൊരു ആഗ്രഹം കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൈസാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആ റീഡിങ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് ഭാഗമാക്കണം. അതാണ് എനിക്ക് ഇതുപോലെ ജീവിതത്തിൽ ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാനും ഒരു 3-4 വർഷം മുമ്പ് എന്താണ് മുന്നോട്ട് പോകാന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവും, സക്സസ് അക്കാദമിയുടെ രോഹൻ കുന്നുമലൊക്കെ കളിക്കുന്ന അവൻ്റെ കൂടെ കളിച്ചിട്ടുള്ള പ്ലെയറാണ് ഞാൻ. ആ സമയത്ത് എനിക്ക് ഒരു ഡിസ്കിൻ്റെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂഷനിലായി, തീരെ കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ, എൻ്റെ ഏറ്റവും വലിയൊരു പാഷന്, എനിക്കൊരു സ്കില്ലുണ്ടെന്ന് തോന്നിയിരുന്നത് അതായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ആകെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യാമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഒരുപാട് യൂട്യൂബൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ള പഠിപ്പിക്കുന്ന ഒരു ടീമിനെ എടുത്തെത്തുകയും അവിടുന്ന് ഞാനൊരു MI ടെസ്റ്റ് ചെയ്യുകയും അതിലൂടെയാണ് എനിക്ക് എൻ്റെ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലായത്. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഇതുപോലുള്ള ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാനും എൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയത് കൊണ്ട് അത് കൂടുതൽ അപ്സ്കിൽ ചെയ്യണം എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ കാരണക്കാരെല്ലാം പഠിച്ചവനോടും എത്ര പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സെഷനിൽ ആ ഒരു മെഡിറ്റേഷനിൽ, കാരണം എൻ്റെ ഉപ്പ എൻ്റെ 12ാമത്തെ വയസ്സിൽ, ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സിൽ മരണപ്പെട്ടതാണ്. ഇപ്പോൾ ഉപ്പയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മാരേജ് ഒരു 6 മാസം മുമ്പാണ് കഴിഞ്ഞിട്ടുള്ളത്. അന്ന് പോലും ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തിട്ടുള്ള എൻ്റെ ഉപ്പയാണ്. എനിക്കിപ്പോൾ അൽഹംദുലില്ലാഹ് നല്ലൊരു പാർട്ണറെ കിട്ടി. ഇപ്പം എൻ്റെ എല്ലാം ഇവളും എൻ്റെ ഉമ്മയാണ്. അമ്മയെ ഞാനിപ്പോൾ ഇന്ന് വീട്ടിലെത്തി ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ ഉമ്മനെ കെട്ടിപ്പിടിക്കുക. കാരണം ഞാൻ അവസാനം കെട്ടിപ്പിടിച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കെട്ടിപ്പിടിച്ചതുപോലെ എൻ്റെ ഉമ്മനെ കെട്ടിപ്പിടിച്ചത്. അതിൻ്റെ ശേഷം എൻ്റെ ഉമ്മനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നല്ലൊരു വ്യക്തിയാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരനായിട്ടുള്ള ഈ ഒരു അള്ളാഹുവിനോടും അതുപോലെ ഈ ടീമിനെ കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ, ഈ ഒരു ടീമിൻ്റെ ആ ഒരു കെയറിങ്, ഞാൻ ഒരുപാട് ട്രെയിനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഇവിടെ കിട്ടിയതുപോലെ ഒരു ട്രെയിനിങ് ഒരുപാട് സ്റ്റാഫുകളുണ്ട്. മജിദ് സാറിൻ്റെ വൈഫും അതുപോലെ തന്നെ മറ്റുള്ള ടീമുകളൊക്കെ എന്നെ ഒരു അനിയനെ പോലെ, എന്നോട് മാത്രമല്ല ബാക്കിയുള്ളവരോട് ചെയ്തതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ ടീം എവിടെ എത്തുന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഊഹിക്കാൻ പോലും പറ്റും. നല്ലൊരു ടീമാണ് അൽഹംദുലില്ലാഹ്. വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടീസിലൊക്കെ ഇനിയും എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് പഠിച്ചാൽ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ താങ്ക് യു ടു ഓൾ.